ഇസ്ലാമിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു മൗലാന അർഷദ് മദനി രംഗത്ത്. ഇസ്ലാം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും മതമാണ് എന്നും അതിന്റെ പഠിപ്പിക്കലുകൾ എല്ലാം തന്നെ എല്ലാ കാലഘട്ടത്തിലും മാനവികതയുടെ സന്ദേശം നൽകുന്നു എന്നതാണ് ഈ ഇസ്ലാം നേതാവ് ഇതിലൂടെ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ഈ ഇസ്ലാം പണ്ഡിതൻ രംഗത്ത് വന്നിരുന്നു. വേറൊന്നുമല്ല, ഭീകരവാദത്തെ ന്യായീകരിക്കുകയും ജിഹാദിന് ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് രാജ്യത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന സന്ദേശമാണ് മദനി നൽകുന്നതെന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകരടക്കം രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രസ്താവിച്ചിരിക്കുന്നത് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഇതിനെതിരെ വലിയ ചർച്ചകൾ ഇപ്പോൾ അണിയറയിൽ നടക്കുകയാണ്. ഇസ്ലാമിന്റെ മനോഹരമായ പഠിപ്പിക്കലുകളെ വർഗീയ ശക്തികൾ ഭയപ്പെടുന്നുവെന്നും അതിനാൽ തന്നെ അതിനെതിരെ പ്രചരണം തുടരുകയാണ് എന്നതാണ് മദനി അവകാശപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാം ഒരു സാർവത്രിക സത്യമാണ് എന്നതും ഒരു ശക്തിക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നും ന്യായവിധി ദിവസവും, അതായത് ന്യായവിധിയായി ദിവസവും വരെ അത് നിലനിൽക്കുമെന്നും പറയുകയാണ് ചെയ്യുന്നത്. ഇതിന് പുറമെ തന്നെ ഇസ്ലാമിന്റെ പോസിറ്റീവ് അധ്യാപനങ്ങളെ ഭയന്നുകൊണ്ട് ചില ശക്തികളാകട്ടെ അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അർഷദ് മദനി തന്റെ ട്വീറ്റിൽ എഴുതിയിരിക്കുന്നത്. എവിടെ ജീവിച്ചാലും ഇസ്ലാമിന്റെ ഉന്നത മൂല്യങ്ങൾ പിന്തുടരുവാനും സ്നേഹം, വാത്സല്യം, സൗഹാർദ്ദം, നല്ല പെരുമാറ്റം എന്നിവയിൽ മുഴുകുവാനും മുസ്ലിങ്ങൾക്ക് ആ ഒരു കടമയുണ്ട് എന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ലോകമെമ്പാടും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാണ് ഇതിലൂടെ തന്നെ പ്രസ്താവിക്കുന്നത്. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മതമായി തന്നെ ഇസ്ലാം മാറുന്നതും പൊതുവിലയിരുത്തലായി പറയുന്നുണ്ട്. അതേസമയം അൽ-ഫലാഖ് സർവകലാശാലയ്ക്കെതിരായ സമീപകാല നിയമ നടപടികൾക്കെതിരെ അദ്ദേഹം തന്റെ അഭിപ്രായം വ്യക്തമായ ഒരു നിലപാട് പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല, മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയാണ് എന്നതാണ് പറയുന്നത്. ലണ്ടനിൽ ഒരു മുസ്ലിമിനെ മേയറാക്കാം, എന്നാൽ ഇന്ത്യയിൽ ഒരു മുസ്ലിം ഒരു സർവകലാശാലയുടെ ചാൻസലറായാൽ അവർക്ക് അവിടെ ആസം ഖാന്റെ അതേ വിധി നേരിടേണ്ടി വരും എന്നതാണ് ഇവിടെ പറയുന്നത്. മുൻ പ്രസ്താവനകളിലെ പോലെ തന്നെ മുസ്ലിങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതും മദനി ഇവിടെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം സർക്കാർ മുസ്ലിങ്ങളുടെ കാലിന് താഴെ നിന്ന് പരവതാനി വിരിച്ച് അല്ലെങ്കിൽ പരവതാനി വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും വാസ്തവത്തിൽ അവരുടെ കാലിന് താഴെ നിന്ന് മണ്ണ് വലിച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഈ ഇസ്ലാം പണ്ഡിതൻ പറയുന്നത്. സാധാരണ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ജിഹാദ് എന്നത്. അതേപോലെ തന്നെ ഈയിടെ ഡൽഹിയിൽ ചാവേറായി കാർ സ്ഫോടനം നടത്തിയ ഫരീദാബാദിലെ അൽ-ഫലാഖ് കോളേജിലെ ഡോക്ടറായ ഉമർ നബി താൻ ജിഹാദ് നടത്തുന്നുവെന്ന് സ്ഫോടനത്തിന് മുൻപേ തന്നെ നടത്തിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ സാധാരണ ഇസ്ലാമിക ഭീകരർ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ഇസ്ലാമിക പണ്ഡിതൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു. വിശുദ്ധ യുദ്ധം എന്നത് ഈ അറബ് പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. പൊതുവെ തന്നെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയായിരുന്നു ഇത്. മതപരമായ ലക്ഷ്യങ്ങൾ നേടാൻ ശത്രുക്കൾക്ക് നേരെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാം പണ്ഡിതൻ ജിഹാദിന് ആഹ്വാനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തി രംഗത്ത് വരുന്നത്. മാത്രമല്ല, ഭീകരവാദത്തെക്കുറിച്ചും മാത്രമല്ല ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് വളരെയധികം വാചാലനായി സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇസ്ലാം മതത്തിൽ എല്ലാവരും വളരെ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതും പറയുന്നുണ്ട്. എന്നാൽ രാജ്യത്ത് നടക്കുന്ന 100% വരുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങൾ എല്ലാം തന്നെ ജിഹാദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.